മാലിക് ബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷബീർ മുഹമ്മദ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലങ്കോട്ടുള്ള കുടിലിടം പാടശേഖരങ്ങൾക്ക് നടുവിലാട്ടോ. കളേഴ്സ് ഓഫ് ഭാരത് എന്ന ട്വിറ്റർ പേജിൽ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ 10 ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതോടുകൂടി കൊല്ലങ്കോട്ടെ ഗ്രാമങ്ങളിലേക്ക് ഇന്ന് ടൂറിസ്റ്റുകളുടെ സഞ്ചാര പ്രവാഹം തന്നെയാട്ടോ. ഒരു കാലത്തെ നമ്മുടെ നാടുകളിൽ നിന്നും അന്യം നിന്ന് പോയ ഗ്രാമീണ കാഴ്ചകളിൽ പലതും ഈ കൊല്ലങ്കോട് ഗ്രാമങ്ങളിൽ ഇന്നും നമുക്ക് കാണാവുന്ന കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും സഞ്ചാരികളെ വരവേൽക്കാനായി കൊല്ലങ്കോട്ടുള്ള കുടിലിടം പാടശേഖരങ്ങളിൽ ഒരുക്കിയ ഏതാനും കാഴ്ചാ വിരുന്നുകളാണ് മാലിക് ബ്ലോഗ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ്. നമ്മളിവിടെ പാസ് എടുത്തത് ഇതിനകത്തേക്ക് ഇവിടെ പ്രവേശിക്കുമ്പോൾ കൊല്ലങ്കോടിൻ്റെ ഗ്രാമീണ ഭംഗിയുടെ മുഴുവനും പല രീതിയിൽ ഇവിടെ ആസ്വദിക്കാൻ പാകത്തിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ഒരു പഴയ കാലത്ത് നമ്മുടെ നാട്ടിലും സ്ഥിര കാഴ്ചയായ ഒരു കാളവണ്ടിയുടെ കാഴ്ച കേട്ടോ. നമുക്കിത് ഇവിടെ കാണാൻ നേരത്തെ നല്ല കളർഫുള്ളായ ഒരു കാളവണ്ടിയാണ്. എന്തായാലും ഇത് പഴയ കാളവണ്ടിയല്ല, പുതിയതെന്തോ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. ഇതാണ് ആ കാളവണ്ടിയുടെ കാഴ്ച. ഇതാണ് കൊല്ലങ്കോട് പ്രദേശങ്ങളിൽ ഇന്നും നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് ഈ കാളവണ്ടി ചരക്ക് നീക്കം. കറ്റയൊക്കെ ഈ ഭാഗത്ത് അവിടെ ഇട്ടുണ്ട്. ഒരു കറ്റയുടെ കെട്ട് നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ കാണാം. ഇവിടെയായിട്ട് കാണുന്നത് പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ കണ്ടതിന് സമാനമായ മറ്റൊരു കാളവണ്ടി കേട്ടോ. നമ്മളെ മുമ്പ് കണ്ട കാളവണ്ടി ഒരു ക്യാബിനുള്ളതാണെങ്കിൽ ഇത് ക്യാബിനില്ലാത്ത രീതിയിൽ മറ്റൊരു കാളവണ്ടിയുടെ കാഴ്ചയാണ് ഇത് നമുക്ക് മുമ്പിൽ അവിടെ കാണുന്നത്. ഇവിടുന്ന് അല്പം കൂടെ നമുക്ക് മുമ്പിലേക്ക് മാറുകയാണെങ്കിൽ ഇവിടെ എല്ലാം പഴയ കാലഘട്ടങ്ങളിലൊക്കെ കൃഷിക്കാർക്ക് ഇരിക്കാനായിട്ട് കൊണ്ട് കെട്ടിയ ഇരിപ്പിട ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം. പിന്നെ പോരാത്തതിന് ഇവിടെ കാണുന്നത് പയറുകളൊക്കെ ഒഴുതോട്ടിരുന്ന ട്രാക്ടറിൻ്റെ വലിയ ഒരു മെറ്റൽ വീലിൻ്റെ കാഴ്ചയായിട്ടോ കാണുന്നത്. സർബാത്ത് കൃഷിയാണ് കാണുന്നത്. എന്തായാലും നെൽകൃഷി തന്നെയാട്ടോ അത്. നമുക്കത് മേലേക്ക് ആവണമെങ്കിൽ കൊല്ലങ്കോടിൻ്റെ ഗ്രാമീണ ഭംഗികളൊക്കെ ആസ്വദിക്കാനുള്ള ഒരു ചെറിയൊരു ട്രീ ഹൗസ് ഈ ഭാഗത്ത് ഇവിടെ ഉണ്ട്. നമുക്കതിൻ്റെ മേലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. കാണുന്നത് വിശാലമായ കൊല്ലങ്കോട് പാടശേഖരത്തിൻ്റെ കാഴ്ചയാണ്. ഇവിടെ എല്ലാം ഞാറിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് കുറേ ആളുകൾ ഈ കാഴ്ചകളെല്ലാം കണ്ടു നടക്കുന്ന കുറേ ആളുകൾ നമുക്കവിടെ കാണാം. ഇവിടെ എന്തായാലും ഇവിടെ ഒരു ചെറിയൊരു തുഴവള്ളം അവിടെ വെച്ചിട്ടുണ്ട്. 2ആയിട്ട് തുറക്കുന്ന ഒരു ഡോറാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. എന്തായാലും ഈ ഡോറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച മനോഹരമായ കൊല്ലങ്കോട് പാടശേഖരങ്ങളുടെ കാഴ്ച കേട്ടോ. ഇവിടെ നമുക്ക് മുമ്പോട്ട് കിടക്കാം. എന്തായാലും ഫോട്ടോ സെഷന് വേണ്ടി മാത്രം നിർമ്മിച്ചേക്കുന്ന ഒരു ഡോറാണ്. വിദൂരത്ത് നിന്ന് ഒരിക്കൽ കൂടി ആ ഡോറിൻ്റെ കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടോ, ഇതാണ് നമ്മൾ ആ തുറന്ന ഡോറിൻ്റെ വിദൂര കാഴ്ച. ഇതാണ് എന്തായാലും ഒരു ഫോട്ടോ സെഷന് മാത്രമായിട്ട് സെറ്റാക്കിയേക്കുന്ന ഒരു സംഭവം കേട്ടോ. ഇത് കാണുന്ന എല്ലാം ആര്യവേപ്പാണ് നിൽക്കുന്നത്. നടക്കുക കുറേ കൊറ്റികളെ നമുക്ക് ഇപ്പോഴത്തെ പുതിയ തലമുറകളൊന്നും ഈ വയൽവരമ്പിലൂടെ നടന്ന് കാണാനിടയില്ല കേട്ടോ. എന്തൊക്കെയായാലും പല ഭാഗങ്ങളിലേക്കായിട്ട് വരമ്പുകൾ ഇങ്ങനെ നീണ്ടു പോകുന്ന കാഴ്ച നമുക്ക് കാണാം. കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ അവർക്കിതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നമ്മൾ ആ മുമ്പ് വിദൂരത്ത് നിന്ന് കണ്ട വെള്ളത്തിൻ്റെ കാഴ്ച ഇതാണ്. ഇതും ഫോട്ടോ സെഷനൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. സിനിമ ഷൂട്ടിങ്ങും വെഡ്ഡിങ് വീഡിയോസിൻ്റെയൊക്കെ ചിത്രീകരണം ഇവിടുത്തെ ഒരു നിത്യ കാഴ്ച തന്നെയാണ്. ഇവിടുത്തെ മറ്റൊരു മനോഹരമായ കാഴ്ച ഈ തേവ് ചക്രത്തിൻ്റേതാട്ടോ. ഈ തേവ് ചക്രമൊക്കെ ചവിട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ചധികം ആളുകളെ നമുക്ക് ഈ ഭാഗത്ത് കാണാം കേട്ടോ. എന്തായാലും വയലുകളിൽ നിന്ന് വെള്ളം തിരിച്ചുവിടുന്ന ഒരു പഴയകാല സംവിധാനമാണ് ഈ തേവ് ചക്രങ്ങൾ. വയലുകളിലൊക്കെ ഞാറ് നട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. 2 മാസം കഴിഞ്ഞാൽ നെൽച്ചെടികളൊക്കെ വളർന്ന് ഹരിതാഭമാകുകയും പിന്നീട് കതിരൊക്കെ പഴുത്ത് പാകമായി നിൽക്കുന്ന കാഴ്ചയിലും വ്യത്യസ്തങ്ങളായ വൈബായിരിക്കും നമുക്ക് എങ്ങ് നോക്കിയാൽ കാണാൻ സാധിക്കുക. ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കൃഷിക്ക് കാവലിരിക്കുന്ന മാടങ്ങൾ സെറ്റാക്കിയിട്ടുള്ളത് പല ഭാഗത്തും നമുക്ക് കാണാം. കൃഷി സംരക്ഷിക്കാനും വിശ്രമത്തിനും വേണ്ടിയിട്ടാണ് കൃഷിക്കാർ ഇതൊക്കെ ഇങ്ങനെ നിർമ്മിച്ചു പോരുന്നത്.
എത്ര കണ്ടാലും മതി വരാത്ത ഗ്രാമീണ കാഴ്ചകൾ തന്നെയാട്ടോ ഈ ഭാഗത്ത് എങ്ങും ഒരുക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഇവിടെ കാണുന്നത് ഈ വയൽ വരമ്പിൽ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ നാടുകളിൽ ബന്ദിപ്പൂവ് എന്ന് വിളിക്കുന്നത് ബന്ദിപ്പൂവൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഈ അടുത്ത കാലങ്ങളിലാക്കി സെറ്റാക്കി വെച്ചേക്കാം കേട്ടോ. എന്തായാലും ഈ ഭാഗത്തിന് ചുറ്റോട് ചുറ്റി കാണുന്ന ആ മലനിരകളാട്ടോ അത്രയ്ക്ക് മാത്രം ഗംഭീരമായ കാഴ്ചയാണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിരയായിട്ടുള്ള തെങ്ങുകൾ, അതിന് മറുഭാഗത്ത് തെങ്ങിൻ തോപ്പുകൾ, എന്തായാലും വല്ലാത്തൊരു ആംബിയൻസ് തന്നെയാണ് ഈ ഭാഗത്ത്. എന്തായാലും ഒരു 30 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ നാട് അതേ രീതിയിൽ തന്നെയാട്ടോ ഇവിടെ ഓരോ കാര്യങ്ങൾ. നടന്ന് മടുത്തിരിപ്പായോ? എന്തായാലും ഞാൻ രാവിലെ തുടങ്ങിയ യാത്രയിലാണ്. ഞാനെന്നാ നടത്തിട്ട് വരട്ടെ. കൊല്ലങ്കോടിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ കുടിലിടം എന്ന ഈ പ്രദേശം. പാലക്കാട് ജില്ലയിലാണ് ഈ കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് പട്ടണത്തിൽ നിന്ന് 19 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. കൊല്ലം സമുദായത്തിൽപ്പെട്ട ആളുകൾ വസിച്ചിരുന്ന മേഖലയായതുകൊണ്ടാവാം ഈ പ്രദേശത്തിന് കൊല്ലങ്കോട് എന്ന നാമകരണം വന്നുയർന്നത് തന്നെ. മലകളിലെ കേരളത്തിൻ്റെ ഗ്രാമത്തനിമ ഇന്നും നിലനിർത്തുന്ന പ്രദേശമായതുകൊണ്ടാവാം ഇന്ത്യയിലെ സുന്ദരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നായി കൊല്ലങ്കോടിനെ തിരഞ്ഞെടുത്തു തന്നെ. ഏറ്റവും അധികം നെല്ലുൽപാദനം നടക്കുന്ന ജില്ലയും പാലക്കാടാണ്. മുമ്പോട്ട് നടക്കുകയാണെങ്കിൽ ഒരു കവാടത്തിന് സമാനമായ ഇലച്ചാർത്ത് ഞാറിൻ്റെ ഒരു കെട്ട്, ഞാറിൻ്റെ കെട്ടുകളാട്ടോ ഇത് ഇവിടെ കംപ്ലീറ്റ് ഇത് എങ്ങനെ ഇട്ടേക്കുന്നത്. എന്തായാലും ഇത് അവിടെ എല്ലാം ഞാറ് കുത്തിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയുണ്ട്. ഞാറൊക്കെ നടന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഇവിടെ വന്നിരുന്നെങ്കിൽ അവരുടെ കൂടെ പണിയിലൊക്കെ നമുക്കും പങ്കുചേരാം. നേരമൊക്കെ ഒരുപാട് ഇരട്ടി തുടങ്ങി, ഇത് ലൈറ്റിംഗ് ഒക്കെ പോയി. എന്തായാലും ഈ നൈറ്റ് വിഷനെ കാണിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ പാടശേഖരങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ. എന്തായാലും നമ്മൾ ആ ദൂരെ നിന്ന് കണ്ട തെങ്ങിൻ നിര ഇതാണ്. അതിന് മുമ്പിലുള്ള വരമ്പിലൂടെ കേട്ടോ ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് ഇവിടെയും കാണാതെ ഇവിടെ എല്ലാം പുതിയ ഞാറ് കുത്തിയിട്ടുണ്ട്. ഇത് അവിടെയെല്ലാം നമ്മൾ ആ മുമ്പ് കണ്ട രീതിയിലുള്ള കർഷകരുടെ ഒരു തല ഉയർത്തി നിൽക്കുന്ന ഒരു പാലക്കാടിൻ്റെ മുഖമുദ്രയായ പനിയാണ് കാണുന്നത്. കൊള്ളാല്ലേ? ഈ മുളയുടെ പാലെല്ലാം താണ്ടി നമ്മൾ ആദ്യം കണ്ട ആ വഞ്ചി കിടക്കുന്ന ഭാഗത്ത് നമ്മൾ തിരിച്ചെത്തി. കൊല്ലം കോട്ടെ കൊടിലിടം ഗ്രാമക്കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ. നാടിൻ്റെ കാണാക്കാഴ്ചകൾ തേടിയുള്ള മാലിക് ബ്ലോഗ്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല.